ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻഡോർ എയർ പൊല്യൂഷൻ. എക്സാക്ട് മലയാള തർജ്ജമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടുകളുടെ അകത്തുണ്ടാകുന്ന വായു മാലിന്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാം വളരെ സേഫായിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ വീട്. നമ്മളുടെ വീട്ടിൽ ഉള്ള എയർ പൊല്യൂഷൻ വാസ്തവത്തിൽ പുറമേ ഉള്ള എയർ പൊല്യൂഷനെക്കാട്ടിലും പല മടങ്ങ് കൂടുതലാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുക്കിംഗ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് കുറവുണ്ട്. എന്നാൽ ഫയർവുഡ്, അതായത് വിറകടുപ്പ് ഉപയോഗിച്ച് അതുകൊണ്ടുണ്ടാകുന്ന പുക, അതാണ് നമ്മുടെ നാട്ടിൽ ഹിസ്റ്റോറിക്കലി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നത്. ഇപ്പം അത് കുറവുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി സ്റ്റൗവുകൾ വാങ്ങിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് എമിറ്റ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം നമ്മൾ അറിയും കൂടിയില്ല നമ്മളത് ശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല സ്റ്റവ്, നല്ല ഒരു എക്സോസ്റ്റ് ഉള്ളൊരു കിച്ചൺ, കഴിയുന്നതും നമുക്ക് ജനൽ തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ ഫ്രഷ് എയറിൻ്റെ ഒരു സോഴ്സ് തുറന്നിട്ട്, ജനലോ വാതിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നന്നായിരിക്കും. അതില്ലാത്ത പക്ഷത്തിൽ അറ്റ്ലീസ്റ്റ് എക്സോസ്റ്റെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. സെക്കൻഡ്, ടൊബാക്കോ സ്മോക്ക്. നമ്മുടെ വീടുകളിൽ ആരെങ്കിലും പുക വലിക്കുന്ന പക്ഷത്തിൽ അത് എല്ലാവരെയും ബാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇന്ന് നമ്മൾ ഒരുപാട് കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ്ലീച്ചിൻ്റെ കണ്ടൻസ് ഉള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വിപണിയിൽ വിൽക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീടുകളിൽ പരീക്ഷിക്കുന്നുണ്ട്. ക്ലീനിങ്ങിന് ധാരാളം മതിയാവുന്നൊരു സംഭവം വെള്ളം, സോപ്പാണ്. പകരം നമ്മൾ ഇഷ്ടംപോലെ ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എമിറ്റ് ആയിരിക്കും. പിന്നെ പെയിൻറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കാർപ്പറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, അപ്ഹോൾസ്ട്രി, ഇതിൽ നിന്നെല്ലാം വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എമിറ്റ് ആവും. അപ്പോൾ ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പ്രത്യേകിച്ച് അറിയും കൂടിയില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൂക്കുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ മണമോ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ശ്വാസം എടുത്തു വിടാനുള്ള ബുദ്ധിമുട്ടോ അനുഭവപ്പെടാം ഇത് ഉള്ളപ്പോൾ, നമ്മളുടെ വീടുകളിലുള്ളപ്പോൾ. പിന്നെ അടുത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ മോൾഡ് എന്ന് വെച്ചാൽ ഫംഗസാണ്. വീട്ടിലെ ഡാംപ്നെസ്, അതായത് നനവ്, ഈർപ്പം, ചുമരുകളിൽ ഈർപ്പം, മേൽക്കൂരകളിൽ നനവ്, ബാത്റൂമുകളിൽ ലീക്ക്, ഇതെല്ലാം കൂടുതലുള്ള സമയത്ത് നമ്മുടെ വീടുകളിൽ മോൾഡ്, അതായത് ഫംഗസ് ഗ്രോ ചെയ്യും. ഈ ഫംഗസ് നമ്മുടെ ഭക്ഷണ സാധനത്തിന്മേ ഉള്ള പോലെ എടുത്തു കാണപ്പെടില്ല. അപൂർവം സ്ഥലങ്ങളിൽ ഇത് കറുത്തിട്ടുള്ള ഒരു മിൽഡ്യൂ എന്നെല്ലാം പറയും. അങ്ങനത്തെ ഒരു സാധനം കാണാറുണ്ട്. ഇത് കാറ്റിൽ തൗസൻഡ്സ് ഓഫ് സ്പോർട്സിനെ റിലീസ് ചെയ്യും. സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത് അതിൻ്റെ വിത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്പോറുകളാണ് വീണ്ടും പുതിയ പുതിയ ഫംഗസിനെ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇത് കാറ്റിലുള്ളപ്പോൾ ഇത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ഒപ്പം അകത്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്ന പക്ഷത്തിൽ അത് ശ്വാസം മുട്ട്, ആസ്മ പോലത്തെ വിഷമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കും. അടുത്ത സോഴ്സ് ഓഫ് ഇൻഡോർ എയർ പൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കണ്ണിൽ കാണാത്ത പ്രാണികളാണ്. ഇത് മാക്സിമം ഉണ്ടാകുന്നത് നമ്മുടെ ബെഡ്, സോഫ, കേർട്ടൻസ്, ഇതിന്മൊക്കെയാണ്. ഇതുങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഭക്ഷണം തപ്പിയിട്ടാണ്. ഇതുങ്ങളുടെ ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നാണ്. സ്കിന്നിൽ നിന്ന് നിത്യേന ഒരുപാട് സെല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. ഈ കൊഴിഞ്ഞു പോയിട്ടുള്ള സെല്ലുകളെ കഴിച്ചിട്ട് അവർ കാഷ്ടിക്കും. ഈ കാഷ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ്സിന് അനുയോജിതമായിട്ടുള്ള മൈക്രോ എൻവിറോൺമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ധാരാളമുള്ള സ്ഥലമും ഡ്രൈനെസ് കുറവുള്ള സ്ഥലം, അതായത് ഈർപ്പമുള്ള സ്ഥലമും ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് മാക്സിമം ഗ്രോത്ത് ഓഫ് ഡസ്റ്റ് മൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത്തരം അന്തരീക്ഷം പരമാവധി ഒന്ന് ഒഴിവാക്കാൻ ജനലും വാതിലും തുറന്നിട്ട് നല്ലപോലെ വെന്റിലേറ്റ് ചെയ്ത് നല്ലപോലെ സൺലൈറ്റ് കിട്ടുന്ന വീടുകളിൽ
ഡസ്റ്റ് മൈറ്റ്സിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. നെക്സ്റ്റ് ഇഷ്യൂ കോക്രോച്ചാണ്. പല വീടുകളിലും കോക്രോച്ച് അതിപ്പോൾ എന്താ, ഒരു പാറ്റ കണ്ടാൽ എന്താ പോ എന്നുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. ഒരു പാറ്റേനെ കാണണമെങ്കിൽ നമുക്ക് 800 പാറ്റ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അപ്പോൾ പാറ്റയുടെ കാഷ്ടമാണ് മാക്സിമം അലർജനിക് ആക്കുന്ന, പാറ്റയുടെ കാഷ്ടമാണ് നമുക്ക് മാക്സിമം അലർജി ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാറ്റകളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് തിക്ലി പാക്ഡ് ആവാതെ സ്പേഴ്സ്ലി, അതായത് സാധനങ്ങൾ അധികം ആവശ്യമുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുക, അത് വളരെ തിക്കി വയ്ക്കാതെ ഇടയിൽ സ്പേസും ലൈറ്റും കാറ്റും കടന്നു പോകാവുന്ന രീതിയിലൊന്ന് കീപ്പ് ചെയ്യുക. സെക്കൻഡ്, പാറ്റകൾക്ക് ലഭ്യമാവാനുള്ള ഭക്ഷണ സാധനങ്ങൾ രാത്രികളിൽ തുറന്ന് വയ്ക്കുക, എച്ചിൽ പാത്രങ്ങൾ സിങ്കിലിട്ട് പോവുക, അടുക്കള വൃത്തിയാക്കാതെ കെടുക്കുക. ഇതെല്ലാം പാറ്റകളെ ധാരാളം നമ്മുടെ വീടുകളിൽ ഇൻഫെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കും. അപ്പോൾ അത്തരം ഒരു അവസരം ഒന്ന് ഒഴിവാക്കുക. പിന്നെ കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ. അധിക ചൂടും അധിക ചൂടില്ലായ്മയും നമ്മുടെ വീടുകൾക്ക് ദോഷമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് പകൽ സമയത്ത് മാക്സിമം അനുയോജിതമായിട്ടുള്ള കാലാവസ്ഥയിൽ ജനാലകളും വാതിലുകളും തുറന്നിട്ട് നല്ലപോലെ ഒന്ന് വീടിനെ വെന്റിലേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. സിമിലർലി സൺലൈറ്റിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരുപാട് ഗുണം തരുന്ന ഒരു സംഭവമാണ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡസ്റ്റ് മൈറ്റ്സോ കോക്രോച്ചസോ അധികം ഉണ്ടാവില്ല, മോൾഡും ഉണ്ടാവില്ല. സോ സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ കർട്ടൻസ് എല്ലാം ഒന്ന് മാറ്റി ധാരാളം സൺലൈറ്റ് നമ്മുടെ വീടുകളിൽ കിട്ടാവുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കുക.